ഇത്തരം പ്രവണതകളെ മാറ്റാൻ കഴിയില്ല. സ്വന്തം വീട്ടിൽ ദുപ്പറിഞ്ഞ പ്രശ്നമാണ് എന്ന് തോന്നുന്ന ഒരു പെൺകുട്ടിയും അവർ ചെയ്യുന്ന ഒരു തെറ്റുകളെ പരസ്യമാക്കാൻ ധൈര്യം കാണിക്കില്ല. പഠിച്ചോൻ എന്തായാലും പേടിയില്ല, അത് പോട്ടെ, പഠിച്ചോനെ പേടി പോട്ടെ. സ്വന്തം വീട്ടിൽ ഉപ്പ് ഇതറിഞ്ഞാൽ, എന്റെ ഉമ്മ അറിഞ്ഞാൽ, എനിക്ക് എന്റെ ഉപ്പാനെ പേടിയാണ്, അവരറിഞ്ഞത് മോശമാണ്, അവർ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, അവർ ചീത്ത പറയും എന്ന പേടി മക്കൾക്കുണ്ടെങ്കിൽ ആ മക്കള് സിനിമാ തിയേറ്ററിൽ പോകുന്ന റീലുകൾ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യോ? എന്നിട്ട് നിങ്ങൾ ഏത് ഉസ്താദന്മാരെ കുറ്റം പറയാം? ഏത് ഉസ്താദന്മാരോട് നിങ്ങൾ വാല് പറയാൻ പറയുന്നത്? എനിക്കിത് കുറെ ആളുകൾ അയച്ചെന്നിട്ടുണ്ട് വാല് പറയണം. നമ്മൾ എന്തിനാ വാല് പറയുന്നത്? സ്വന്തം മാതാപിതാക്കൾക്ക് അത് പ്രശ്നമില്ലെങ്കിൽ മക്കള് സിനിമാ തിയേറ്ററിൽ പോകുന്നതും കാമുകന്മാരുടെ കൂടെ ലിവിങ് ടുഗദറിലൂടെ ജീവിക്കുന്നതൊന്നും മാതാവിനും പിതാവിനും പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മൾ വാല് പറഞ്ഞതുകൊണ്ട് എങ്ങനെയാ മാറ്റമുണ്ടാവുക? നമ്മളൊക്കെ കഴിവിന്റെ പരമാവധി കുറച്ചൊക്കെ തെറ്റു ചെയ്യാതെ ജീവിക്കുന്നത് പടച്ചോനെ പിടിച്ചിട്ടൊന്നുമല്ല, ഉപ്പാനുമാനെ പിടിച്ചിട്ടാണ്. അതിനാണ് ഈ കുടുംബ ബന്ധം നിലനിർത്തണമെന്ന് അള്ളാഹ് പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും പടച്ചോനെ പേടിയുണ്ടാവും, എന്നാലും പലപ്പോഴും നമ്മൾ പല തെറ്റുകളിൽ നിന്നും പേടിച്ച് മാറി നിൽക്കുന്നത് ഉപ്പ ഉമ്മ അറിഞ്ഞാലോ എന്ന പേടിയാണ്. ആ പേടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെന്ന്. സിലത്തുർ റഹീം, കുടുംബ ബന്ധം ചേർക്കണം. കുടുംബ ബന്ധം ചേർത്തവനുമായി ഞാൻ എപ്പോഴും ബന്ധം ചേർക്കും, കുടുംബ ബന്ധം വിച്ഛേദിച്ചവനുമായി ഞാൻ അകന്നു നിൽക്കുമെന്ന് അള്ളാഹു പറഞ്ഞത്. ഈ കുടുംബ ബന്ധം ഇവിടെ നിലനിൽക്കണം. ഉപ്പയോടുള്ള ഒരു റെസ്പെക്ട് ഇവിടെ ഉണ്ടാവണം. ഉമ്മ ചീത്ത പറയുമെന്നുള്ളൊരു പേടി ഇവിടെ നിലനിൽക്കണം. ആ പേടി നിലനിൽക്കുന്ന കാലത്തോളം ധാർമ്മികമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാകും. ഉപ്പാനുമ്മാനും പേടിയില്ലാത്ത മക്കൾ ഇവിടെ ഉണ്ടായാൽ അവർ സിനിമാ തിയേറ്ററിൽ പോകും, അവർ കാമുകന്മാരുടെ കൂടെ ലിവിങ് ടുഗദറിലാകും, എന്നിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി പല വീഡിയോകൾ പോസ്റ്റ് ചെയ്യും. കാരണം ഉപ്പാനുമ്മാനെ പേടിയില്ല, അവരോട് റെസ്പെക്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഒരു റോൾ മോഡലായ മാതാപിതാക്കളായി മാറി ഹലാലായ ഭക്ഷണം അവർക്ക് നൽകി നമ്മൾ അവർക്ക് മുമ്പിൽ തെറ്റുകളിൽ നിന്ന് അകന്നു നിന്ന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് അവരെണീക്കുമ്പോ ദുആ ചെയ്യുന്ന മക്കളൊക്കെ കാണണം. ഖുർആൻ ഓതുന്ന ഉമ്മമാരെ കാണണം, നിസ്കരിക്കുന്ന ഉമ്മമാരെ, ഖുർആൻ ഓതുന്ന ഉമ്മമാരെ, നാവുകളെ സൂക്ഷിക്കുന്ന ഉമ്മമാരെ, ഫിത്ന പറയാത്ത, നുണ പറയാത്ത, അശ്ലീലങ്ങൾ പറയാത്ത, ആരോപണങ്ങൾ പറയാത്ത, അത്തരം വിഷയങ്ങൾ വരുമ്പോ നാവിനെ നിയന്ത്രിക്കുന്ന ഉമ്മമാരൊക്കെ കണ്ട് മക്കൾ വളർന്ന നല്ല അന്തരീക്ഷം